ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാവക്ക വെച്ചിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കൊക്കെ ഈ ഒരു പാവക്ക കയ്പ്പ് കാരണം കഴിക്കാനൊക്കെ മടിയായിരിക്കും. എന്നപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാവക്ക വാങ്ങിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നപ്പം അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു പാവക്ക വാങ്ങിക്കാത്ത ഒരാളായിരുന്നു. അന്നപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ അധികവും ഈ ഒരു പാവക്ക വാങ്ങിക്കാറുമുണ്ട്, കഴിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാവക്കയുടെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അധികം കട്ടിയൊന്നും ഇല്ലാതെ നല്ല തിന്നായിട്ടാണ്, കനം കുറച്ച രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നപ്പോൾ നമ്മുടെ ഫുഡ് പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മുടെ സവാള ഒക്കെ അരിയുന്ന ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് അരിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നല്ല നൈസായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. അത് ഈ ഒരു രീതിയിൽ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാവക്കയിലേക്ക് ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാവക്കയിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി ഈ ഒരു പാവക്കയുടെ കയ്പ്പ് രസമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനെഗറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാവക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും അതേപോലെ തന്നെ വിനെഗറും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ ഇതേപോലെ ഒന്ന് പരത്തി വെക്കാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു പൊടികളും വിനെഗറും ഒക്കെ കൂടി നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു പാവക്ക നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളിത് നല്ല ക്രിസ്പി ആവുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാവക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാവക്ക നന്നായിട്ട് മുങ്ങി പൊരിയുന്ന രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് പാവക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാവക്ക ഇട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റ് നമ്മൾ ഇളക്കാനൊന്നും പാടില്ല. ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി വെക്കാം. പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ ഇട്ട് കാഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പാവക്കയുടെ കയ്പൊന്നും അറിയില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പാവക്ക നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.